ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ തുടരും 100 കോടിയും കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. 6 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയത് 105 കോടിക്ക് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. 7-ാം ദിനം ഈ ഒരു മെയ് ദിനം ഒരു അന്യായ ദിനമായി മാറുന്നു. അഡ്വാൻസ് പ്രീ സെയിലിലൂടെ വന്നിരിക്കുന്നത് ഞെട്ടിക്കുന്ന കളക്ഷനാണ്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ 3,90,00,000 രൂപയാണ് വന്നെങ്കിൽ ഇപ്രാവശ്യം 4,60,00,000 രൂപയ്ക്ക് മുകളിലാണ് പ്രീ സെയിലിലൂടെ മാത്രം വന്നിരിക്കുന്നത്. അതെ, അക്ഷരാർത്ഥത്തിൽ മെയ് ദിനം ഒരു ഞെട്ടിക്കുന്ന ദിനമായി മാറുകയാണ്. കേരള ബോക്സ് ഓഫീസിനെ അത് വേറൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാലും 6-ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. ഏകദേശം 2000-ഓളം ഷോകളിൽ നിന്ന് ഏകദേശം 3,75,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5,86,00,000 രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതായത് 6 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 5-ാം ദിനത്തേക്കാൾ ഇടിവ് വന്നിരിക്കുന്നു സിനിമയ്ക്ക് എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇന്നും ഈ ഒരു വർക്കിംഗ് ഡേയിലും മിഡ് വർക്കിംഗ് ഡേയിലും സിനിമയ്ക്ക് 6 കോടിക്ക് മുകളിൽ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ 40 കോടി കടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത. 100 കോടി ഇന്നലെ രാവിലെ തന്നെ സിനിമ നേടി. ഇന്നത്തെ കളക്ഷൻ വരുമ്പോഴത്തേക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു ഉണർവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മെയ് ദിനം ഒരു അവധി ദിനമായതുകൊണ്ട് എങ്ങും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. അതിപ്പോൾ കൊച്ചി എന്ന പ്രമുഖ കേന്ദ്രം നോക്കിയാൽ മാത്രമല്ല, അതിന് പുറത്തേക്കുള്ള എവിടെ നോക്കിയാലും അങ്ങനെ തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചെന്നൈയിലൊക്കെ ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്. ഇവിടെ ബാംഗ്ലൂർ നോക്കിയാലും നാളെ അമ്മാതിരി തീ ബുക്കിംഗ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. 90% ഫുള്ളായി കഴിഞ്ഞിരിക്കുന്നു തലേ ദിവസം തന്നെ എന്നുള്ളതാണ്. ഹൈദരാബാദും അതേ രീതിയിൽ തന്നെ പോകുന്നു. ഒരുപാട് തിയേറ്ററുകൾ ഇല്ലെങ്കിൽ പോലും ഹൈദരാബാദും മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടിയിരിക്കുന്നു ഈ സിനിമയ്ക്ക് എന്നുള്ളത്. മുംബൈയുടെ കാര്യം പറയാനുമില്ല, അമ്മാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഏകദേശം 11,000-ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 25 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 43 കോടിക്കടുത്ത് നേടിയിരിക്കുന്നു. 81% ഓക്യുപ്പൻസിയിൽ എന്ന് തന്നെ പറയാം. ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നത് മറ്റൊരു ഗംഭീര വാർത്ത കൂടിയാണ്. ഇതിനോടകം തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ യാതൊരു വിധ അനക്കങ്ങളും ഒന്നും വരാതെ തന്നെ ഒരു സിനിമ 100 കോടി കടന്നത് ഈ ഒരു സിനിമ തന്നെയാണ്. പൂർണ്ണമായും വിശ്വസനീയമായ എല്ലാ തലത്തിലും 100% ഉറപ്പുമുള്ള, ആർക്കും കംപ്ലൈൻ്റ് ഇല്ലാത്ത, ഒരാൾക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു വമ്പൻ 100 കോടി എന്ന് തന്നെ പറയാം. ഇത് 100-ലും തീരില്ല, 200-ലും തീരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യ ദിനം 5.32 കോടിയാണെങ്കിൽ 2-ാം ദിനം 7 കോടിയും 3-ാം ദിനം 8.2 കോടിയാണെങ്കിൽ 4-ാം ദിനം 6.9 കോടിയും 5-ാം ദിനം 6.38 കോടിയും 6-ാം ദിനം നമുക്ക് 6.10 കോടിയുമാണ് വന്നിരിക്കുന്നത്. ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമയ്ക്കുള്ള ഹൗസ്ഫുൾ ഷോകൾ 2,339-ഓളമാണ്. അതായത് ഇന്നലെയും സിനിമയ്ക്ക് വന്നത് 166-ഓളം ഹൗസ്ഫുൾ ഷോകളും 499-ഓളം ഓൾമോസ്റ്റ് ഫുള്ളും 1000-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളുമായിരുന്നു. ഇനിയും ആണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു പ്രീസെയിൽ നോക്കാം, എങ്ങനെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. കാസർഗോഡ് 32 ഷോകളിൽ നിന്ന് 3,887 പേർ ടിക്കറ്റ് എടുത്തപ്പോൾ 5,66,000 രൂപയ്ക്ക് മുകളിലാണ് ഗ്രോസായി വന്നത്. അതെ, 46% ഒക്യുപ്പൻസിയിൽ. കണ്ണൂർ 103 ഷോകളിൽ നിന്ന് 18,529-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 27,56,000-ന് മുകളിലുള്ള ഗ്രോസ് വരികയും 70.37% ഒക്യുപ്പൻസി വരികയും ചെയ്തു. വയനാട് 42 ഷോകളിൽ നിന്ന് 4,679-ഓളം ടിക്കറ്റുകൾ പ്രീസെയിലായി വിറ്റുപോയപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 6,27,712 രൂപ ഗ്രോസായി കിട്ടിയ കളക്ഷൻ റിപ്പോർട്ടുകൾ. 56.16% ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. കോഴിക്കോട് 161 ഷോകളിൽ നിന്ന് 29,879-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 48,53,617 രൂപയാണ് ഗ്രോസായി വന്നത്. അതും 71.32% ഒക്യുപ്പൻസിയിൽ. മലപ്പുറത്ത് 139-ഓളം ഷോകളിൽ നിന്ന് 19,966-ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തപ്പോൾ 25,86,940 രൂപയാണ് ഗ്രോസായി ലഭിച്ചത്. അതും 53.10% ഒക്യുപ്പൻസിയുമായിട്ടാണ് നിൽക്കുന്നത്. പാലക്കാട് 97-ഓളം ഷോകൾ, 18,766-ഓളം ടിക്കറ്റുകൾ, 25,70,000
172 രൂപയാണ് ഗ്രോസായി എത്തിയത്. 61.79% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. തൃശ്ശൂർ 213 ഷോകൾ 36,463 ടിക്കറ്റുകൾ വിറ്റുപോയി. 53,84,152 രൂപയാണ് ഗ്രോസായി ലഭിച്ചത്. 55.11% ഒക്യുപ്പൻസി. തിരുവനന്തപുരം 203 ഷോകൾ 34,024 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 61,83,218 രൂപ ഗ്രോസായി വരികയും 58.91% ഒക്യുപ്പൻസി നേടുകയും ചെയ്തു. കൊല്ലം 99 ഷോകളിൽ നിന്ന് 18,927 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 30,07,790 രൂപയാണ് ഗ്രോസായി വന്നത്. 67.94% ഒക്യുപ്പൻസി. പത്തനംതിട്ട 29 ഷോകൾ 5,272 ആളുകൾ ടിക്കറ്റ് എടുത്തു. 8,47,240 രൂപ ഗ്രോസായി വന്നു. 78.12% ഒക്യുപ്പൻസി. നമുക്ക് ആലപ്പുഴയിലേക്ക് ചെല്ലുകയാണെങ്കിൽ 91 ഷോകളാണ്. 19,248 ടിക്കറ്റുകൾ വിറ്റുപോയി. 30,46,703 രൂപയാണ് ഗ്രോസായി വന്നിരിക്കുന്നത്. 71.79% ഒക്യുപ്പൻസി. ഇനിയും നമുക്ക് ആലപ്പുഴ നമുക്ക് കാണാൻ ഇനിയിപ്പോൾ ഉള്ളത് പത്തനംതിട്ട 29 ഷോകൾ 5,272 ആളുകൾ കണ്ടു. 8,47,240 രൂപ വന്നു. 78.12% ഒക്യുപ്പൻസി. കോട്ടയം 86 ഷോകളാണ് വന്നത്. 17,926 ടിക്കറ്റുകൾ വിറ്റുപോയി. 27,32,417 രൂപ ഗ്രോസായി വന്നു. 68.39% ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. നമുക്ക് ഇനിയുള്ളത് ഇടുക്കിയാണ്. 35 ഷോകളിൽ നിന്ന് 5,908 ടിക്കറ്റുകൾ വിറ്റുപോയി. 9,40,907 രൂപയാണ് കളക്ഷൻ വന്നത്. 91.95% ഒക്യുപ്പൻസി വന്നിരിക്കുന്നത്. ഇനിയും എറണാകുളം, നമ്മളേവരും കാത്തിരിക്കുന്ന എറണാകുളത്ത് 266 ഷോകളിൽ നിന്ന് 50,251 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 98,69,972, അതായത് 1 കോടിയോളം രൂപയാണ് എറണാകുളം ബോക്സ് ഓഫീസിൽ നിന്ന്, എറണാകുളം തിയേറ്ററുകളിൽ നിന്ന് 266 ഷോകളിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. അതാണ് റെക്കോർഡ്. 74.06% ഒക്യുപ്പൻസിയിൽ. അതൊരു മിന്നുന്ന പ്രകടനം എന്ന് തന്നെ പറയാം. അതായത് ഞെട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു സിനിമ. തെലുങ്ക് വെർഷൻ 1.25 കോടിയും കടന്ന് 1.5 കോടിയിലേക്ക് എത്തുന്നു. നാളെ അവധി ദിനത്തിൽ ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. വേറെ ഒരു സിനിമ പോലും ഇതിനോടൊപ്പം കിടപിടിക്കുന്ന ഈ വർഷം ഉണ്ടായില്ല. മലയാളത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ആ ഒരു വിജയമായി മാറിയിരിക്കുന്നു സിനിമ. ഡൊമസ്റ്റിക്കിൽ നിന്ന് സിനിമ 50 കോടിയിലേക്ക് എത്തുന്നു. ഓവർസീസിൽ സിനിമ 60 കോടിയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ്. എന്താണേലും ഡേ 7 എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു അത്ഭുത ദിനമായി മാറുകയാണ്. വേറൊന്നുമല്ല, ഇതുവരെയുള്ള എല്ലാ ദിനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ സിനിമ കുതിച്ചുയർന്നു. പ്രത്യേകിച്ച് പ്രീസെയിലിലൂടെ തന്നെ ഇത്ര വരുമ്പോൾ സിനിമ നേടാൻ പോകുന്നത് ഏറെക്കുറെ 8 കോടിയായിരിക്കും എന്നുള്ളതാണ്. അതായത് 105 കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഒരുപക്ഷെ ഇന്നത്തെ കളക്ഷൻ അവസാനിക്കുമ്പോൾ 120 കോടിയിലേക്ക് എത്തുന്ന ഒരു കാര്യം. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങൾ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് അടുത്ത തിങ്കളാഴ്ചയോടെ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയോടെ 170 കോടിയോളം സിനിമ നേടുന്ന ഒരു സന്തോഷകരമായ കാഴ്ചയായിരിക്കാം. എന്തായാലും ഇന്നത്തെ കളക്ഷൻ അതികൊടൂരം, അതിഭീകരം, വിസ്ഫോടനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. ലാൽസലാം.